വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. പുറപ്പാട് പുസ്തകം 19 അധ്യായം 9 മുതൽ വാക്യങ്ങൾ. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുത്തേക്ക് വരുന്നു. മോശ ജനത്തിന്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായി മലയിൽ ഇറങ്ങി വരും. മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം, മലയിൽ കയറുകയോ അതിൻ്റെ അതിരുകളിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും. മോശ അവരെ ശുദ്ധീകരിച്ച് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3-ാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. ആരും സ്ത്രീയെ സ്പർശിക്കരുത്. പ്രിയമുള്ളവരെ, ദൈവം ഇറങ്ങി വരുന്നതിനും ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ വന്ന് അവരോട് സംസാരിക്കുന്നതിനും വേണ്ടി ആ ജനത്തെ ഒരുക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതനുസരിച്ച് മോശ അവരെ ഒരുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുമ്പം ദൈവം ഇറങ്ങി വരുന്ന മേഖലയാണ് നമ്മുടെ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ദൈവം ഇറങ്ങി നമ്മളോടൊപ്പം കടന്നു വരിക. മധുബഹായിലെ പുരോഹിതന്റെ കയ്യിൽ ഈശോ നേരിട്ട് വന്നിട്ട് അവിടുന്ന് നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ എത്ര ഒരുക്കത്തോടെയാണ് ബലിയർപ്പണത്തിലേക്ക് കടന്നു പോവുക. ഈശോയെ സ്വീകരിക്കുവാൻ, ഈശോയെ സ്വന്തമാക്കുവാൻ അന്ന് ദൂരെ നിന്നാ കണ്ടതെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് അവനെ തരുകയാണ്. അവനെ സ്വീകരിക്കുവാൻ നമ്മൾ എത്ര ഒരുങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഈശോ ഇവിടെ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ശുദ്ധി വരുത്തണം. നിന്റെ വസ്ത്രം ശുദ്ധി വരുത്തണം, നിന്റെ ദേഹം ശുദ്ധി വരുത്തണം, നിന്റെ ഹൃദയം ശുദ്ധി വരുത്തണം. പ്രിയമുള്ളവരെ, ഈ 3 ചടങ്ങുകളും നമ്മളിലും ആ ഉത്തരവാദിത്വം നിലനിൽക്കുന്നില്ലേ? നമ്മൾ പലപ്പോഴും ഉടുത്തുമൊഴിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ദേവാലയത്തിൽ കയറി വരുന്ന ആളുകളെ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുക്കമില്ലാത്ത ബലിയർപ്പണത്തിൽ നമുക്ക് അത് ഗുണത്തിന് പകരം ദോഷം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി ഇവിടെ ആവശ്യമാണ്. ബലിയർപ്പണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഒരു ഒരുക്കം നമുക്ക് വേണം. നമ്മുടെ കഴിഞ്ഞ തലമുറക്കാർ ഒരുങ്ങിയതൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. എൻ്റെയൊക്കെ കുടുംബങ്ങളിൽ ശനിയാഴ്ച വൈകിട്ട് മുതലേ ഒരുക്കമാണ് ഞായറാഴ്ച ബലിയർപ്പണത്തിന് പോകാൻ. ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ബലിയർപ്പണമുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എത്ര വിശുദ്ധി പ്രാപിക്കുന്നു, വിശുദ്ധിയോടുകൂടി പോകുന്നു, എത്ര ഒരുക്കം നമ്മളിൽ ഉണ്ടാകുന്നു. നമുക്ക് നന്നായിട്ട് ഒരുങ്ങി കർത്താവിനെ സമീപിക്കാനും ആ ബലിയർപ്പത്തിൽ പങ്കുചേർന്നാലും പൂർണ്ണമായ ഒരുക്കത്തോടെ അതിൽ പങ്കുകാരാകാനും ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുക. വസ്ത്രശുദ്ധി ഒരു കാര്യമാണ്. 2, ശരീരശുദ്ധി ആവശ്യമാണ്. 3, ഹൃദയശുദ്ധി അത്യാവശ്യമാണ്. ഈ 3 വിശുദ്ധിയിലൂടെയും ഒരുങ്ങി നമ്മൾ ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ ചെന്ന് ബലി അർപ്പിച്ചാൽ ബലി നമുക്ക് അനുഗ്രഹദായകമാണ്. ആ ഒരു തലം നമുക്കത് അനുഗ്രഹത്തിന് പകരം ശാപം വാങ്ങാതെ അനുഗ്രഹം സ്വന്തമാക്കാൻ ആ ഒരു ഒരുക്കത്തോടുകൂടി ബലിയർപ്പണത്തിൽ കടന്നു പോകാനും ഈശോയെ സ്വീകരിക്കുവാനും ദൈവം നമുക്ക് ഇടതരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.